ദൈവമേ, ഒരു തടസ്സമില്ലാതെ ഈ കല്യാണം നടത്തി തരണേ. ഇത് എങ്ങനെയെങ്കിലും മുകളിൽ കെട്ടണമല്ലോ. കല്യാണി, എന്താ കല്യാണി നീ കാണിക്കുന്നേ? രാഹുകാലം കഴിയുന്നതിന് മുമ്പ് ഈ ചരട് കയ്യിൽ കെട്ടണം, അതറിയാലോ. ഓ, അതിനിടയ്ക്ക് ആ പൂതന വന്ന് കേറിയില്ലേ? നീ ഇവിടെ എന്ത് ചെയ്യാ? പൂജിക്കാൻ വെച്ച കല്യാണക്കത്ത് സ്വാമിയുടെ മുമ്പിൽ വെച്ച് എന്നെ കത്തുക അനർത്ഥങ്ങളാണല്ലോ കുട്ടി. ഒരു മഞ്ഞച്ചരടെടുത്ത് ദേവിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തടസ്സങ്ങൾ തട്ടിമാറ്റാൻ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. പിന്നെ ആ ചരട് ദേ ആ മരത്തിന്റെ ചില്ലയിൽ കെട്ടുക. അത് കാറ്റിലാടുന്ന മുറയ്ക്ക് തടസ്സങ്ങളും ആപത്തുകളും തട്ടിമാറിപ്പോയിക്കൊള്ളു. കരയണ്ട, ഇപ്പൊ ഈ മഞ്ഞച്ചരട് മരത്തിന്റെ കൊമ്പി കെട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങെടുക്ക, ഞാൻ കെട്ടിയേക്കാം. സമയം കഴിയാറായി, ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സമയം കഴിഞ്ഞു, ഇനി ചരട് കെട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ സന്തോഷമായില്ലേ? ശരി, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, നീ പൊയ്ക്കോ. ശരി വലിയ കുഞ്ഞ്. ഓഫീസിൽ പോകാൻ സമയമായി ഇളയമേ, ഞാൻ ഇറങ്ങാം. ജയന്തിക്കുള്ള പൂജ നടക്കട്ടെ. നശിച്ചവള്, ഇതൊക്കെ അവിചാരിതമായി സംഭവിച്ചു പോകുന്നതാണോ അതോ ഇവള് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ? അതോ ഇപ്പൊ എന്റെ സംശയം. നശിച്ചവള്, ഇതൊക്കെ അവിചാരിതമായി സംഭവിച്ചു പോകുന്നതാണോ അതോ ഇവള് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ? അതോ ഇപ്പൊ എന്റെ സംശയം. ഏതായാലും അവളെ വെറുതെ വിടരുത് ആന്റി. ചരട് കെട്ടിയിരുന്നെങ്കിൽ 48-ാം ദിവസം നമ്മുടെ കല്യാണമായിരുന്നു. വിടില്ല ഞാൻ അവളെ, വിടില്ല.
യാ ഐ ഹാവ് ഓൾറെഡി സെൻഡ് ഇറ്റ്. നമ്മൾ ഓറലി ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞതാ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്നായി വായിച്ചു നോക്കിയിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം. ഐ എം ജസ്റ്റ് എ കോൾ അവേ. ഓക്കെ, ശരി. അപ്പോ ഹാവ് എ നൈസ് ഡേ ഡിയർ. ടേക്ക് കെയർ. കമല മാഡം, ടെൻഡർ അപ്രൂവൽ ചെയ്തത് തിരിച്ച് മെയിൽ ചെയ്തില്ലായിരുന്നു. ഇന്നലെ തന്നെ അയച്ചിരുന്നു മാഡം. അത് സെൻഡ് ആയിട്ടുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ മാഡം. ഞാൻ ആ ജോയിന്റ് സെക്രട്ടറിയോടൊന്ന് സംസാരിക്കട്ടെ. ആ. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. തൃച്ചംബരത്തെ പെൺപുലി വലിയ ബിസിയാണല്ലോ. ഇത് പറ്റിയ അവസര ആ കല്യാണിയെ കുരുക്കാൻ. എടി പൊന്നുമോളെ കല്യാണി, ഞാൻ എങ്ങനെയെങ്കിലും ആ ദുർമന്ത്രവാദി ജപിച്ചു തന്ന വശീകരണ ചരട് കെട്ടി ആനന്ദും ജയന്തിയുമായിട്ടുള്ള കല്യാണം നടത്താന്ന് വിചാരിച്ചപ്പോ നീ അത് ഈസി ആയിട്ടങ്ങ് പൊളിച്ചടുക്കി അല്ലേ? എന്നാ നിന്നെ പൊളിച്ചെടുക്കാനുള്ള ഒരു മന്ത്രം ഞാൻ ഓതി കൊടുക്കുന്നുണ്ട് അഖിലാണ്ടേശ്വരിക്ക്. ഇന്ന് നിന്റെ അവസാനം. ചേച്ചി, യാ ഐ നോ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ടാക്സ് കാര്യങ്ങളിൽ ഞങ്ങൾ അപ് ടു ഡേറ്റാ. സാർ ഒന്ന് ഫയൽ നോക്കിയിട്ട് വിളിക്കണം. ശരി, ഓക്കെ സർ, താങ്ക് യു. ചേച്ചി ചേച്ചി ബിസിയാണോ? കണ്ടിട്ട് എന്തു തോന്നുന്നു? അല്ല ചേച്ചി എപ്പോഴും അങ്ങ് ബിസിയല്ലേ? കമ്പനി, ബിസിനസ്, മാർക്കറ്റിംഗ് ഒന്നും പോരാഞ്ഞ് ദേ ഇപ്പൊ പുതിയൊരു കമ്പനിയും തുടങ്ങാൻ പോകുന്നു. ഹോ, സത്യം പറയാലോ ചേച്ചി, ഞാനായിരുന്നെങ്കി ഇപ്പൊ വട്ട പിടിച്ചു പോയേനെ. ചേച്ചി ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എനിക്ക് അതിശയം. ഇതിനിടയ്ക്ക് ചിലപ്പോ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെന്നും വരും. അത് സ്വാഭാവികം. അതിപ്പോ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. എന്ന് പറഞ്ഞാ what do you mean? വേറൊന്നും അല്ല ചേച്ചി, സാധാരണ വീട്ടുകാരിയാണെങ്കിലും ഓഫീസ് കാര്യമാണെങ്കിലും ചേച്ചി അറിയാതെ ഒന്നും നടക്കില്ല ഇവിടെ. മാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിച്ചാ ചേച്ചി വിടുകയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ആ കല്യാണിയില്ലേ, അവള് മാത്ര ചേച്ചിയുടെ കണ്ണ് വെട്ടിച്ച് എപ്പോഴും രക്ഷപ്പെടുന്നത്. നീ എത്ര പറഞ്ഞാലും മാറില്ലല്ലേ? ഏത് സമയത്ത് നാവെടുത്താലും അത് കല്യാണിയെ കുറ്റം പറയാനാണല്ലോ. കഷ്ടം തന്നെ. നിനക്ക് എന്താ അവളോട് ഇത്ര ശത്രുത? അയ്യോ, എനിക്കെന്ത് ശത്രുത അവളോട്? പക്ഷേ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാ. പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവളാ. ഇന്ന് അവളെയും നമ്മുടെ ആനന്ദിനെയും ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു. വാട്ട്? ആ, ഞാൻ കണ്ട കാഴ്ച എങ്ങാനും ചേച്ചി കണ്ടിരുന്നെങ്കിലേ അതോടെ തീർന്നുവല്ല. രണ്ടെണ്ണത്തിനെ ചേച്ചി അവിടെ വെച്ച് വെടിവെച്ച് കൊന്നേനെ. നീ എന്ത് കണ്ടെന്നാ തെളിച്ചു പറ. അത് പിന്നെ ഉണ്ടല്ലോ ചേച്ചി. അന്ന് നവഗ്രഹ പൂജയ്ക്ക് ആനന്ദിനൊപ്പം ഇരുന്നതിന് ചേച്ചി അവൾക്ക് വാണിംഗ് കൊടുത്തു വിട്ടതാ. ദിവസങ്ങൾ കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പറഞ്ഞാല് ഇത് യാദൃശ്ചികമായി ഉണ്ടായതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കല്യാണി പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ കത്തി ഇനി ആളി പടർന്നാ മതി. ആ, ശരി, ആനന്ദ് എങ്ങനെ അമ്പലത്തിൽ വന്നത്? ആ അത് ഞാനാ ചേച്ചി വിളിച്ചോണ്ട് പോയേ. അത് പറയണ്ടായിരുന്നു. ആ അത് ചേച്ചി, ഞാനും ജയന്തി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴാ ആനന്ദ് ഓഫീസിൽ പോകാൻ ഇറങ്ങിയത്. അപ്പൊ ഞാൻ ആനന്ദിനോട് പറഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൽ ഇറക്കി വിടാൻ. ഇവിടെ വേറെ ഒരുപാട് കാറുണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ ആനന്ദിനെ ബുദ്ധിമുട്ടിച്ചത്? അത് പോട്ടെ, അമ്പലത്തിന് വെളിയിൽ ഇറക്കി വിടാൻ വന്ന ആനന്ദ് എങ്ങനെ അമ്പലത്തിനകത്ത് വന്നു? അത് മന്ത്ര അല്ല ജയന്തിക്കേ. അയ്യോ അല്ല, ജയന്തിക്ക് ശനിദോഷം തീർക്കാൻ ഒരു പൂജ ചെയ്യണോന്ന് മുൻപ് പുളിമൂട്ടിലെ തിരുമേനി പറഞ്ഞിരുന്നു. അതിനായിട്ട് പോയതാ. അവിടെ ചെന്നപ്പോ ആനന്ദിനും കൂടി ചെയ്താ കൊള്ളാന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതാ ഞാൻ ആനന്ദിനെയും കൂടി അകത്തേക്ക് വിളിച്ചത്.
പക്ഷേ ആനന്ദിന് പൂജ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ആ കല്യാണി വന്ന് എല്ലാം ഇല്ലാതാക്കി. പിന്നെ ആനന്ദ് നിന്നില്ല, അവനങ്ങ് ഓഫീസിൽ പോയി. അപ്പൊ കല്യാണിയുടെ പ്ലാനിങ് അല്ല, പ്ലാൻ ചെയ്ത് ആനന്ദിനെ അവിടെ വരുത്തിയത് നീയാ. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നുമല്ല. ഞാൻ നല്ലതിന് വേണ്ടി ആനന്ദിനെ. മതി, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ, നിന്റെ അനന്തരവളെ കൊണ്ട് എന്റെ ആനന്ദിനെ വലയിലാക്കാന്ന മോഹം വേണ്ടെന്ന്. ഇനി നീ ഇത് ആവർത്തിച്ച അറിയാലോ നിനക്കെന്നെ. കമല, യെസ് മാം. കല്യാണിയോട് ഒരു ജ്യൂസുമായിട്ട് വരാൻ പറയും. ശരി മാഡം. ഈ ജാട വർത്താനമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാ അഖിലാണ്ടേശ്വരി. എനിക്കറിയാം, സ്വന്തം മോൻ ഒരു പെണ്ണിന്റെ വലയിലായി എന്നറിഞ്ഞ ഒരമ്മയും സഹിക്കില്ല. കല്യാണി, അഖിലാണ്ടേശ്വരിയുടെ തോക്ക് ഇന്ന് നിന്റെ നേരെയാ. നിന്റെ പുക ഇന്ന് ഞാൻ നേരിട്ട് കാണും, നേരിട്ട്. നിക്ക്, മാഡം, നീ എന്തു വിചാരിച്ച ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? കൊച്ചു പെണ്ണല്ലേ, പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നീ അങ്ങ് നെകളിക്കുകയാണോ? അയ്യോ മാഡം, എന്തൊക്കെയായി പറയണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ എനിക്കൊന്നും മനസ്സിലാവണില്ല. അതെ, നിനക്ക് മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഒരടുക്കളക്കാരിയുടെ ലിമിറ്റിനകത്ത് നടക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം നിന്നെ വാൺ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ? ഓഹോ, അപ്പൊ മുമ്പേ വാർണിംഗ് ഒക്കെ കഴിഞ്ഞതാ. ബെസ്റ്റ്. എന്താ നിന്റെ ഉദ്ദേശം? നീ കാണിച്ചു കൂട്ടുന്നൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ വിചാരിക്കുന്നത്? അതോ ഇനി എന്നെ അനുസരിക്കേണ്ട കാര്യമേ ഇല്ലാന്ന് തോന്നി തുടങ്ങിയോ? എന്താ എന്താ ഉദ്ദേശമെന്ന് പറ. ഒരു ഉദ്ദേശമില്ല. മാഡത്തിന്റെ വാക്ക് ധിക്കരിക്കാനുള്ള മനസ്സും ധൈര്യമൊന്നും എനിക്കില്ല. ചാവണ വരെ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. സത്യത്തിൽ മാഡം ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ചെയ്തു. ചെറിയ തെറ്റല്ല, വലിയ തെറ്റ്. എന്റെ മോൻ ആനന്ദിന്റെ നിലയും വിലയും അറിയോ നിനക്ക്? എത്രയോ ബിസിനസ്മാൻമാർ ആനന്ദിനോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ അപ്പോയിന്റ്മെന്റിനായി മാസങ്ങളായി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആനന്ദിനെ വെറും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അടുക്കളക്കാരി മയക്കിയെടുത്തിരിക്കുന്നു. നാണല്ലേ നിനക്കെന്റെ മുന്നിൽ വരാൻ? മാഡം, ഇങ്ങനെയൊന്നും എല്ലാ വചനം പറയരുത്. വല്യകുഞ്ഞ് എനിക്ക് ദൈവമാ. ദൈവങ്ങളുടെ സ്ഥാനത്താ എനിക്ക് എപ്പോഴും വല്യകുഞ്ഞ്. അങ്ങനെ ഒരാളെ ഞാൻ മയക്കെടുക്കാൻ നോക്കൂ മാഡം? എന്തോ വലിയ തെറ്റിദ്ധാരണയില്. മതി. ഇന്ന് അമ്പലത്തിൽ വെച്ച് നടന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് നീ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. നവഗ്രഹ പൂജ നടന്നപ്പോ ഞാൻ നിന്നെ വോൺ ചെയ്തതല്ലേ? എന്നിട്ടും നീ എന്തിനാ ആനന്ദിനെ ഇന്ന് അമ്പലത്തിൽ വരുത്തിച്ച് നിനക്ക് ദോഷപരിഹാര പൂജ ചെയ്യിച്ചത്? അയ്യോ, ഞാനോ? ഞാനിന്ന് അമ്പലത്തിൽ പോയെന്നുള്ളത് സത്യ. പോയത് വിവാഹ ക്ഷണക്കത്ത് പൂജിക്കാനാ. പക്ഷെ കത്തിന് എങ്ങനെയോ തീ പിടിച്ചു. ദൈവസന്നിധിയില്
എന്റെ കല്യാണക്കത്ത് കത്തിപ്പോയപ്പോ എനിക്ക് സങ്കടം സഹിച്ചില്ല. തേങ്ങിക്കരഞ്ഞ എന്നോട് ഒരു തിരുമേനിയെ പറഞ്ഞത് മഞ്ഞ ചരട് അവിടുത്തെ മരത്തിൽ കെട്ടിയ എല്ലാ തടസ്സങ്ങളും മാറുമെന്ന്. ചരട് വാങ്ങി കെട്ടാൻ തുടങ്ങിയപ്പോ കാല് വഴുതിപ്പോയി. ഞാൻ താഴേക്ക് വീഴാൻ പോയപ്പോ ആരോ വന്ന് താങ്ങുകയും ചെയ്തു. അപ്പോഴാ ഞാൻ വല്യ കുഞ്ഞിനെ കാണുന്ന തന്നെ. വല്യ കുഞ്ഞ് അവിടെ എങ്ങനെ വന്നെത്തിയെന്ന് എനിക്കറിയില്ല മാഡം. മരിച്ചു മുകളിൽ നിൽക്കുന്ന എന്റെ അമ്മയാണ് സത്യം. മാഡം വിശ്വസിക്കണം. ആനന്ദ് എങ്ങനെ അമ്പലത്തിലെത്തിയെന്നൊക്കെ എനിക്കറിയാം. ശരി പോട്ടെ, നടന്നു. ഞാൻ അതിനെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ മേലാൽ അറിഞ്ഞോ അറിയാതെയോ ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇനി അഖിലാണ്ടേശ്വരി ക്ഷമിച്ചു എന്ന് വരില്ല. ഇപ്പൊ പോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ ഞാൻ. ചേടാ, ഒരു ബോംബ് ഇട്ടൂന്ന് വിചാരിച്ചപ്പോ ഇതൊരു നനഞ്ഞ പടക്കമായി പോയല്ലോ. ഇവൾ ഓരോ തവണയും കയ്യിന്ന് വരാലിനെ പോലെ വഴുതി പോയിക്കൊണ്ടിരിക്കുക. സാരയില്ല, നീ താമസിയാതെ എന്റെ ചൂണ്ടയിൽ കുടുങ്ങൂടി. അന്ന് നിന്നെ ഞാൻ അറുത്ത് മുളകും തേച്ച് വറുത്തെടുക്കും, കറുമുറ തിന്നാൻ. അപ്പോഴേ നീ ഇന്ന് മുതൽ ഓഫീസിൽ വരുന്നേ? അവിടെ കുറെ പണിയുണ്ടല്ലോ. ഓഫീസോ? ഞാനാ? അപ്പോഴേ നീ ഇന്ന് മുതൽ ഓഫീസിൽ വരുന്നേ? അവിടെ കുറെ പണിയുണ്ടല്ലോ. ഓഫീസോ? ഞാനാ? എന്റെ ബ്രോ, രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് കളയുന്ന കാര്യം ഒന്നും പറയല്ലേ പ്ലീസ്. ഓഹോ, അപ്പോ ഓഫീസിൽ വരാൻ നിനക്ക് അത്രയ്ക്ക് മടിയാണല്ലേ? നോക്ക്, നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഇനിയെങ്കിലും മാറ്റിയേ പറ്റൂ. അറിയാലോ, കല്യാണിയുടെയും രാജീവിന്റെയും കല്യാണം കഴിഞ്ഞാലേ ഉടൻ നിന്റെയും നന്ദനയുടെ കല്യാണമാ. അതോടെ തീരും നിന്റെ ഈ കുട്ടികളെയൊക്കെ. കല്യാണത്തിന് ശേഷം ഹെർബൽ ബ്യൂട്ടി കമ്പനി നിന്റെ റെസ്പോൺസിബിലിറ്റിയില്ല. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തേ പറ്റൂ. അതിനാ കമ്പനിയിൽ വരാൻ പറഞ്ഞത്. എന്റെ മാതാപിതാ ഗുരു ദൈവങ്ങളെ, അതിനിനി സമയമുണ്ടല്ലോ. ആദ്യം കല്യാണം ഒന്ന് കഴിയട്ടെ, അതുവരെ മനുഷ്യനൊന്ന് വെറുതെ വിടും പ്ലീസ്. രാവിലെ തന്നെ നമ്മൾ ഡൊണാൾഡ് ആണല്ലോ. ഹലോ, ഹൗ ആർ യു ഡൊണാൾഡ്? ഹൗ ഇസ് ഗോയിങ്? Great, thank you. We are very much pleased with your products, Mr. Anand. Oh. It's moving fast. Huh? And we decided to give you another 100 crore project now. Wow. Can you take it? Why not? We are always happy to associate with you, Mr. Donald. Can you tell me the details?
താങ്ക് യു ഡൊണാൾഡ്. ഓക്കെ ബൈ. ബ്രോ എന്താ സംഭവം? സംഭവം പൊളിയല്ലേ? ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. എ ബ്രൈറ്റ് ഗ്രേറ്റ് ഡേ. എനിക്ക് തോന്നി എന്തോ ലോട്ടറി അടിച്ചെന്ന്. ഇനി ന്യൂ പ്രൊജക്ട്? യെസ്, ഡൊണാൾഡിന്റെ കമ്പനി നമുക്കൊരു പുതിയ പ്രൊജക്ട് തരുന്നു. 100 കോടിയുടെ ഒരു പ്രൊജക്ട്. 100 കോടി പ്രൊജക്റ്റോ? ആ ഓസം ബ്രോ. ഓസം ബ്രോ.